യെസ്, മുഹമ്മദ് ദിയാസൻ തന്നെ അല്ലേ? എവിടെ നിന്നാ വരുന്നേ? സോ ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ടയം. കോട്ടയം. ഓക്കെ. എന്ത് ബിസിനസ് കോൺസെപ്റ്റ് ആണ് യാസിൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്? സോ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടൂളാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ പല പാർട്സിലാണെങ്കിലും പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാറുണ്ട്. സോ അവിടെ ഉണ്ടാകുന്ന മിറ്റിഗേഷൻ അതുപോലെ തന്നെ ആഫ്റ്റർ ഡിസാസ്റ്റർ പ്രോസസ്സസിനെ ഈസി ആക്കാനുള്ള ഒരു ടെക്കാണ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ആസ് എ മലയാളി നമുക്ക് 2018 ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇയറാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഫ്ലഡ്സിലൊന്ന് 2018 ഉണ്ടായത്. അതിന് തൊട്ട് മുമ്പ് തന്നെ തായ്ലൻഡിൽ ഒരു കേവ് റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ആ തായ് കേവ് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഒരു റെസ്ക്യൂവറിന് മരണപ്പെട്ടു. അത് അയാളുടെ പേരാണ് സമാൻ കുനാൻ. സോ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇൻസ്പയർ ആയാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഓൾ വേൾഡ് ഉണ്ടാകാറുണ്ട്. സോ അതിനുശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസിന് പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്സ് ഇല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചൂരൽമല ഡിസാസ്റ്റർ ആണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ടൈം വേസ്റ്റേജ് ഉണ്ടാകാൻ കാരണം ഇപ്പോൾ സോയിലിൻ്റെ അടിയിൽ ആരെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ആനിമൽ ആണോ ഹ്യൂമൻ ആണോ എന്ന് അറിയാൻ പറ്റില്ല, അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ഞങ്ങളുടെ പ്രോജക്റ്റ് വെച്ച് ഫോക്കസ് ചെയ്യുന്ന അതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. സോ വി ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ അതർ പ്രോബ്ലംസ് ടു. ഫസ്റ്റ് വൺ ഈസ് സേവിങ് ലൈഫ്സ്. ഓഫ് കോഴ്സ് ടൈം മാറ്റർ ചെയ്ത് മാക്സിമം സ്പീഡായിട്ട് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ് റിസ്ക് ടു റെസ്ക്യൂവേഴ്സ്. ഇപ്പം നമുക്കറിയാം ഈ ചൂരൽമല ഡിസാസ്റ്റർ ഓപ്പറേഷനിലാണെങ്കിലും പല റെസ്ക്യൂവേഴ്സിനും പരിക്കുണ്ടായിട്ടുണ്ട്. സോ അവരുടെ കാഷ്വാലിറ്റീസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിൽ എഫിഷ്യൻസി, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷനും ഈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഞങ്ങളുടേത്. സോ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത ഒരു സെൻസറിൻ്റെ ബേസിസിലാണ്. സോ ഈ സെൻസറിൻ്റെ യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 മീറ്റേഴ്സ് ഇപ്പോൾ ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 3 മീറ്റേഴ്സാണ്. 3 മീറ്റേഴ്സ് ഡെപ്തിൽ വരെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത് കഴിഞ്ഞിട്ട് ഡിബ്രിയുടെ അടിയിലോ ലാൻഡ് സ്ലൈഡിലോ സോയിലിൻ്റെ അടിയിലോ ആരെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ റിയൽ ടൈമിൽ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നും അനലൈസ് ചെയ്ത് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. AI സിസ്റ്റം തന്നെ നമുക്ക് അതിനുള്ള ഡേറ്റാസ് തരും. സോ ഞങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. കറൻ്റ്ലി ഞങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയായിട്ട് ടോക്സിലുണ്ട്. സോ ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. ആൻഡ് ഇത് ഇനീഷ്യൽ സ്റ്റേജസിലായിട്ടേ ഉള്ളൂ, നോട്ട് ദ ഫൈനൽ സ്റ്റേജ്. ദെൻ റെസ്ക്യൂ ടീംസ് പ്രൈവറ്റ് റെസ്ക്യൂ ഫേംസുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദേ ആർ ഓൾസോ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. Then military and defense forces for war and other scenarios. Then telecom companies for re-establishment of internet connections. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീസിലും അതുപോലെ തന്നെ നമ്മുടെ കടൽ തീരങ്ങളിൽ പലതരത്തിലുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാകാറുണ്ട്. സോ അവിടെ നമുക്ക് ലൈഫ് ഗാർഡ്സ് ആയിട്ടും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പല യൂസസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ടുവേർഡ്സ് അവർ തീം, കറൻ്റ്ലി ഞാൻ ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. സോ ആ ഒരു ടൈമിൽ ആക്ച്വലി ഇതൊരു ജസ്റ്റ് ഈ തായ് കേവ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞ് കേവിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നെ എർത്ത് ക്വേക്ക് ലാൻഡ് സ്ലൈഡ് എല്ലാം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത സിസ്റ്റംസ് ആണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ. ഇത് ആക്ച്വലി ഞങ്ങൾ IIT ഗുവാഹട്ടിയിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. യെസ് യാസിൻ, അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. സോ ഇനി നമ്മളെ ജഡ്ജസിന്റെ ഒപ്പീനിയൻസിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കോൺഫിഡന്റ് ആയിരുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രസന്റ് ചെയ്തു? ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ജഡ്ജസ്. ഇത് നിങ്ങൾ ഇതിന്റെ ഡിവൈസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞോ? സർ, ഞങ്ങൾ ആക്ച്വലി ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡിങ്ങിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ 3 മീറ്റേഴ്സ് വരെ ഡെപ്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ വല്ല സാമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തോ? സർ, ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയത് IIT ഗുവാഹട്ടിയിലാണ്. IIT ഗുവാഹട്ടിയിൽ ആക്ച്വലി ഞങ്ങൾ ഇതിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ദേ ബിക്കേം ഇൻട്രസ്റ്റഡ് ആൻഡ് ഹെൽപ് us to build it. ഞങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഫ്യൂച്ചർ ബിസിനസ് സാധ്യതകളൊക്കെ? ഫ്യൂച്ചർ ബിസിനസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സെയിൽസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസീസിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽസ് ലീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസ് ഉണ്ട്. ഞങ്ങൾ പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസുമായിട്ടും കോൺടാക്ട് ചെയ്തിരുന്നു. സോ ദേ ആർ ഓൾസോ വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. പക്ഷേ അവർക്ക് ഇത്രയും അറ്റ് എ ടൈം ഒരു ബഡ്ജറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ലീസ് ചെയ്ത് മോഡൽസ് പ്രൊവൈഡ് ചെയ്യാനേ നമുക്ക് പറ്റും. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് അതർ ഓപ്പറേഷൻസ്. പിന്നെ ഇതിനു വേണ്ടി തന്നെ ട്രെയിനിങ്സ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനുള്ള ട്രെയിനിങ്സ്, അതുപോലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫറിനും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. യസിൻ, ഇതിൻ്റെ കോർ എന്താണ്? നിങ്ങൾ ഒരു അൾട്രാസൗണ്ട്
സെൻസേഴ്സ് ആണോ അല്ല ഇതിൻ്റെ കോർ ടെക്നോളജി? ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഡ്രോണും കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊരു റോബോവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോർ ടെക്നോളജി എന്ന് പറയുമോ? സോ സർ ബേസിക്കലി ഞങ്ങളെന്ന് പറയുന്ന ഇത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സോൺ ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള റോവർ അല്ലെങ്കിൽ കറൻ്റ് ഉള്ള ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസിന് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അത് സിങ്ക് ചെയ്യുന്ന ഒരു ലാൻഡ് ആയിരിക്കും. ഞാൻ അത് നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയാണ്. സോ ആ സിങ്ക് ചെയ്യുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡ്രോൺ. സോ ഡ്രോൺ ഞങ്ങളുടെ സെൻസേഴ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുമായിരിക്കും. സോ ഈ സെൻസർ വെച്ച് ഹോൾ ഏരിയ മാപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡിന് അടിയിലുള്ള വോയിഡ്സ് കണ്ടുപിടിക്കും. സോ ആ വോയിഡ്സിനനുസരിച്ച് വോയിഡ്സിൽ അടുത്ത ലെവൽ ഓഫ് ഞങ്ങളുടെ സെൻസേഴ്സ് വെച്ച് സ്കാൻ ചെയ്യും. സോ അവിടെ ഒരു ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് AI സിസ്റ്റം, ഞങ്ങളുടെ തന്നെ ഡെവലപ്പ് ചെയ്ത AI സിസ്റ്റം യൂസ് ചെയ്ത് മാപ്പ് ചെയ്തെടുക്കും. സോ ആ മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതൊരു 2 meters ഡെപ്തിലേ പറ്റത്തുള്ളൂ. മാക്സിമം ഞങ്ങൾ അത്രയാണ് അച്ചീവ് ചെയ്തത്. സോ ആ 2 meters ഡെപ്തിൽ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയും ചില സ്പെഷ്യലൈസ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഓൾറെഡി ഉള്ള ടെക്നോളജി ആണല്ലോ. ഇപ്പോൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റഡാർ സിസ്റ്റം ഓൾറെഡി ഉണ്ട്. ഇതിലിപ്പോൾ യുണീക്ക് ആയിട്ടുള്ള എന്താണ്? സോ സർ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഞാൻ ചൂരൽമല ഡിസാസ്റ്ററിലുണ്ടായിരുന്ന ഞങ്ങൾ ആക്ച്വലി ഈ 5 years ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സർവീസ് അപ് ടു ഡേറ്റ് ആയിട്ട് നടത്തിക്കൊണ്ടേയിരുന്നു. സോ ഈ സർവീസിലെല്ലാം ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീംസ്, പ്രൈവറ്റ് റെസ്ക്യൂ ഫോംസ്, അതുപോലെ എല്ലാ ഫേംസിനെയും ഞങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചൂരൽമല ഡിസാസ്റ്ററിൽ ഉണ്ടായതെന്നു വെച്ചാൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ആ റെസ്ക്യൂവിൽ ഓർമ്മയുണ്ടെങ്കിൽ അറിയായിരിക്കും, ഈ ന്യൂസിലെല്ലാം വന്നിരുന്നു. റെസ്ക്യൂവിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേനും കുറേ നേരം നമുക്ക് വേസ്റ്റ് ആയി. അവിടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഒരു സിഗ്നൽ കാണിച്ചു. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മളവിടെ ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുഴിച്ചു വന്നപ്പോഴത്തേനും അവിടെ ഒരു കൗവിൻ്റെ ഡെഡ് ബോഡി മാത്രമായിരുന്നു. സോ അത്രയും ടൈം നമുക്ക് വേസ്റ്റേജ് ഉണ്ടാകുകയാണ്. സോ അതിനെയാണ് ഞങ്ങൾ ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിൽ AI യൂസ് ചെയ്യുന്നുണ്ടോ? AI യൂസ് ചെയ്യുന്നുണ്ട്. അത് മാപ്പിങ്ങിന് വേണ്ടിയാണ് സർ. ഈ സെൻസർ ഇൻപുട്ട്സ് ചെയ്യുന്ന സെൻസർ ഔട്ട്പുട്ട്സ് നമുക്ക് മാപ്പ് ചെയ്ത് അതൊരു ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ആണോ ആനിമൽ ആണോ എന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ലിവിങ് ആണെങ്കിൽ ലിവിങ്ങിന് പ്രയോറിറ്റി കൊടുക്കും, നോൺ ലിവിങ് ആണെങ്കിൽ നോൺ ലിവിങ്ങിന് പ്രയോറിറ്റി, ആനിമൽ ഹ്യൂമൻ ലൈക്ക് ഹ്യൂമൻ ലിവിങ് നോൺ ലിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി, ആനിമൽ ലിവിങ് നോൺ ലിവിങ് പ്രയോറിറ്റി, അങ്ങനെ പ്രയോറിറ്റി അസൈൻ ചെയ്ത് നമുക്ക് റെസ്ക്യൂവേഴ്സിൻ്റെ ഡിവൈസിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ IP എന്ന് പറയുന്നത് നിങ്ങളുടെ AI വെച്ചിട്ട് ഗ്രൗണ്ട് പ്രിന്റഡ് റഡാർ ഇതിൻ്റെ എന്താണെന്നുള്ള സോ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡയറക്ട്ലി. ഞങ്ങൾ തന്നെ ഒരു സെൻസർ മോഡിഫൈ ചെയ്ത് ടോട്ടലി ഡെവലപ്പ് ചെയ്തെടുത്തു ഫ്രം സ്ക്രാച്ച്. അതിന് യൂസ് ചെയ്താണ് ഈ മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. സ്പെഷ്യലൈസ്ഡ് റേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ യാസിന് ഈ ബിസിനസ്സൊക്കെ തുടങ്ങി വിജയിച്ച് വലിയ ആളായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ യാസിൻ്റെ ഈ ബിസിനസ്സിൽ നിന്നുള്ളൊരു എക്സിറ്റ് പോയിന്റ് എന്തായിരിക്കും? 10 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞു, ആശയൊക്കെ വിജയിച്ച് പൈസക്കാരനൊക്കെ ആയി, കാറായി, വീടായി ഒക്കെ ആയി. സോ വാട്ട് ഈസ് യുവർ എക്സിറ്റ് പ്ലാൻ? സോ 10 years കഴിഞ്ഞിട്ട് ഞാൻ അത്രയും ഫാർ ആയിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 10 years കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് വിടില്ല. കാരണം ഞാൻ ആക്ച്വലി ഇത് 5th standard സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞു. ഓൾമോസ്റ്റ് 7.5 years ആയി ഈ പ്രോജക്റ്റിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പല സർവീസ്, പല ഏരിയാസ്. സോ എനിക്കൊരിക്കലും ഇത് വിടാൻ പറ്റുമെന്ന് കറൻ്റ്ലി ഒരു വമ്പൻ സ്രാവ് വമ്പൻ ചാക്കുമായിട്ട് വന്നാലോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ഷെയറിങ്ങിനൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി എഴുതിത്തള്ളാൻ പറ്റത്തില്ലാത്ത ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതൊരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. ബിൽഡ് സെൽ അല്ല കൺസെപ്റ്റ് അല്ല. ഞങ്ങൾ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന സർവീസ് തന്നെയാണ്. അതിന് പുറത്ത് അഫ്കോഴ്സ് ഇൻകം സസ്റ്റെയിൻ ചെയ്യണമല്ലോ. സോ അതിന് ബേസിക്കലി സോഫ്റ്റ്വെയറിലാണോ ഫോക്കസ് ചെയ്യണത്, ഹാർഡ്വെയറിലാണോ ഫോക്കസ് ചെയ്യണത്? ബോത്ത്. ബിക്കോസ് ഇപ്പോൾ ഉള്ള ഹാർഡ്വെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് തന്നെ മോർ ദാൻ 16-17 lakhs ആവും. സോ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ ചൈനീസ് ഡീലേഴ്സ്, അമേരിക്കൻ ഡീലേഴ്സ് പോലെയുള്ള ഡീലേഴ്സുമായിട്ട് സംസാരിച്ചു. സോ അവരെ എല്ലാവരുടെയും കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ട് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്യാതെ ഞങ്ങൾ ഹാർഡ്വെയർ ബിൽഡ് ചെയ്യുന്ന വിത്തിൻ ഒരു 18 lakhs ബഡ്ജറ്റിൽ നമുക്ക് ഹാർഡ്വെയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിലോട്ട് വരുമ്പോൾ അതൊരു 12-13 lakhs അതും തീർക്കാൻ പറ്റും. സോ മാക്സിമം ഒരു 30-32 lakhs ഫുൾ പ്രോജക്റ്റ് കംപ്ലീറ്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വരുന്നത്? ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എത്ര ശതമാനം ഇക്വിറ്റി കൊടുക്കാം നമുക്ക്? ഒരു മോർ ദാൻ ഒരു 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്കൊരു 20% മാക്സിമം. അഫ്കോഴ്സ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗവൺമെൻറ് ഫോംസിനും എല്ലാത്തിനും ഷെയർസ് കൊടുത്തിട്ട് നമുക്കൊരു 20% ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാറ്റി വെക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ. ബട്ട് ദാറ്റ്സ് നോട്ട് യെറ്റ് ഫൈനലൈസ്ഡ്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് റെഡി ആയിട്ടുണ്ടോ? യെസ് സർ. ഏത് സ്റ്റേജിലാണുള്ളത്? പ്രോട്ടോടൈപ്പ് ആക്ച്വലി വർക്കിംഗ് സ്റ്റേജിലാണ്. നമുക്കിപ്പോൾ 3 meters ഡെപ്തി വരെ ഫുൾ ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇമേജിങ് പോസിബിൾ ആണ്. പിന്നെ ഒരു 2
വരികയല്ല, ഒരു 1.7 1.8 മീറ്റേഴ്സ് വരെ അത് ലിവിംഗ് ആണോ നോൺ ലിവിംഗ് ആണോ എന്നും അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഡ്രോൺ കണക്റ്റഡ് ആണോ? ഡ്രോൺ കണക്റ്റഡ് ആണ്. ലൈക്ക് ഡ്രോൺ സ്കൈയിലായിരിക്കും, എന്നിട്ട് ലാൻഡ് ചെയ്യുന്ന 1.8 1.9. കറക്റ്റ്. ഓക്കെ, ഐ ലൈക്ക് യുവർ പാഷൻ. Yeah, thank you, പാഷനേറ്റ് അബൌട്ട് ദിസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻസർ ഏതാണെന്നറിയോ? എത്ര പൈസ കൊണ്ട് ആര് വന്നാലും ഈ സാധനം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? താങ്ക് യു സർ. ദാറ്റ് ഇസ് വെർ യു വിൻ. യു വിൽ മേക്ക് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കേരളത്തിന്റെ എന്ന് തന്നെയല്ല, ദുരന്ത നിവാരണത്തിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. സോ തീർച്ചയായിട്ടും യു വിൽ വിൻ ഇൻ ദാറ്റ് പ്രോജക്റ്റ്. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.